പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുളങ്ങളിലും വയലുകളിലും ചതുപ്പുകളിലുമുള്ള ചെളിയിലായിരുന്നു താമര വളർന്നിരുന്നത്. അന്നൊക്കെ നമുക്ക് പിങ്കും വെള്ളയും നിറമുള്ള നാടൻ താമരകളായിരുന്നു പരിചിതം. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഹൈബ്രിഡ് താമരകൾ എത്തിയിട്ടുണ്ട്. ഹൈബ്രിഡ് താമരകൾ വന്നതിന് ശേഷം നമുക്ക് വീട്ടുമുറ്റത്തും വീടിൻ്റെ ടെറസിലും എല്ലാം ചെറിയ ടബുകളിലും ടാങ്കുകളിലും താമര കൃഷി ചെയ്യാമെന്നായി. താമരയുടെ ഇനമനുസരിച്ച് ഹാർഡി താമരകളും ട്രോപ്പിക്കൽ താമരകളുമുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ട്രോപ്പിക്കൽ താമരകളാണ് ഉചിതം. എല്ലാ താമരകളും ധാരാളം പൂക്കൾ തരുന്നവയല്ല. നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതൽ പൂക്കൾ തരുന്ന താമര ഇനങ്ങളാണ് അമേരി കമേലിയ, ഗ്രീൻ ആപ്പിൾ, പിങ്ക് ക്ലൗഡ്, ഐശ്വര്യ, നിത്യ എന്നിവ. നമുക്ക് താമര എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. സാധാരണയായി പ്ലാസ്റ്റിക് ടബുകളോ സിമൻറ്റ് ടാങ്കുകളോ ആണ് താമര നടാനായി ഉപയോഗിച്ചു വരുന്നത്. സാധാരണ ഉപയോഗിച്ചു വരുന്ന പ്ലാസ്റ്റിക് ടബുകളിൽ അടിയിലായി ഏകദേശം 1 കിലോയോളം ഉണങ്ങി പൊടിഞ്ഞ ചാണകം ഇടണം. ഇതിന് പകരം ആട്ടിൻ കാഷ്ടവും ഉപയോഗിക്കാം. അതിനുശേഷം 2 പിടി എല്ലുപൊടി ഇടണം. ചാണകവും എല്ലുപൊടിയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം താമര നടാനായി നമുക്ക് പറമ്പിലെ മണ്ണ് ഉപയോഗിക്കാം. മണ്ണെടുക്കുമ്പോൾ അതിലെ കല്ലും കട്ടകളും എല്ലാം നീക്കം ചെയ്ത് ഉപയോഗിക്കണം. ചെളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചെളി ഉപയോഗിക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ചില സങ്കര ഇനങ്ങൾ ചെളി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അഴുകി പോകുന്നതായി കണ്ടുവരുന്നുണ്ട്. ടബിൻ്റെ ഏകദേശം പകുതി ഭാഗത്തേക്ക് മണ്ണ് നിറച്ചതിന് ശേഷം താമരയുടെ കിഴങ്ങുകൾ അല്ലെങ്കിൽ ട്യൂബറാണ് പ്രധാനമായും നമ്മൾ നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. 2 ഗ്രോത്ത് ടിപ്പുകൾ അല്ലെങ്കിൽ 2 അഗ്രമുകുളങ്ങളുള്ള ട്യൂബർ കഷ്ണങ്ങളാണ് നമ്മൾ നടാനായി എടുക്കുന്നത്. ടബിൻ്റെ അരികിലായി കൈകൊണ്ട് ചെറുതായി മണ്ണൊന്ന് നീക്കിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ ട്യൂബറുകൾ നടേണ്ടത്. ട്യൂബർ നടുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് മണ്ണിനടിയിലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗ്രോത്ത് ടിപ്പ് മണ്ണിനടിയിലാകുകയാണെങ്കിൽ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം കലങ്ങാത്ത രീതിയിൽ ഒരു ഇലയോ പ്ലാസ്റ്റിക് പാത്രമോ മറ്റോ ഉപയോഗിച്ച് ചട്ടിയിലേക്ക് വെള്ളമൊഴിക്കണം. നേരിട്ട് വെള്ളമൊഴിക്കുകയാണെങ്കിൽ വെള്ളം കലങ്ങിപ്പോകും. അതിനുശേഷം നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ടബ് മാറ്റിവെക്കാം. ഇങ്ങനെ നടുന്ന താമരകൾ ഇനമനുസരിച്ച് 1.5 മാസം മുതൽ 2 മാസം കൊണ്ട് പൂക്കൾ ലഭിക്കും. ട്യൂബറുകൾക്ക് പകരം താമര തണ്ടുകളുടെ 2-3 കഷ്ണങ്ങൾ ചേർന്ന റണ്ണറുകളും നടാനായി ഉപയോഗിക്കാം. റണ്ണറുകൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കൾ ലഭിക്കാറുണ്ട്. സാധാരണ താമരകൾ 3 മാസത്തോളം തുടർച്ചയായി പൂക്കൾ തരാറുണ്ട്. അതിനുശേഷം താമരയുടെ വളർച്ച കുറയുകയും പൂക്കൾ ഇല്ലാതാകുകയും ഇലകൾ മുരടിക്കുകയും ചെയ്യും. ഇത്തരം സമയം നമ്മൾ താമരയെ റീപോട്ട് ചെയ്യണം. ആ ടബിലുള്ള ട്യൂബറുകളെല്ലാം പിരിച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ടബിൽ നിന്ന് ട്യൂബർ ശ്രദ്ധാപൂർവം പുറത്തെടുത്തതിന് ശേഷം 2 ഗ്രോത്ത് ടിപ്പുകളുള്ള കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം. ഇത്തരം ട്യൂബറുകളാണ് നമ്മൾ നടാനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നടുന്ന സമയത്ത് നമ്മൾ പുതിയ നടീൽ മാധ്യമം ഉപയോഗിച്ച് വേണം ഇങ്ങനെ താമര നടേണ്ടത്. താമരയ്ക്ക് കൂടുതൽ പൂക്കൾ ലഭിക്കാനായി വളപ്രയോഗം നടത്തേണ്ടതാണ്. 2 ആഴ്ചയിലൊരിക്കൽ 2 തൊട്ട് 3 ഗ്രാം വരെ 19-19-19 എന്ന രാസവളമോ ഡൈ അമോണിയം ഫോസ്ഫേറ്റോ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് താമരയുടെ ടബിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വളം നൽകുമ്പോൾ താമരയുടെ തണ്ടുകളിൽ തട്ടാതെ ശ്രദ്ധിക്കണം. നല്ല മഴയുള്ള മാസങ്ങളിലും തണുപ്പുള്ള മാസങ്ങളിലും കേരളത്തിൽ താമരയുടെ പൂക്കൾ കുറവായി കാണപ്പെടുന്നു. 6 മണിക്കൂറിലധികം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം താമരയുടെ ടബുകൾ ക്രമീകരിക്കാൻ. താമര നടുന്ന ടബുകളിൽ തവള മുട്ടയിടുന്നതായി കാണാറുണ്ട്. ഉയരമുള്ള സ്റ്റാൻഡുകളിൽ ടബുകൾ ക്രമീകരിക്കുന്നത് വഴി ഇത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടബുകളിൽ കൂത്താടി ശല്യം കണ്ടുവരുന്നുണ്ട്. അതിന് ഗപ്പികളെ ഇട്ടുകൊടുക്കാവുന്നതാണ്. താമരയുടെ ടബുകളിൽ പായൽ ശല്യം കണ്ടുവരുന്നുണ്ട്. താമര നട്ട് ഇലകൾ ടബിൽ നിറയുന്നതിന് മുന്നേ ഉള്ള സമയത്താണ് ഇങ്ങനെ പായൽ കാണപ്പെടുന്നത്. ദിവസേന ടബുകളിലുള്ള പായൽ കൈകൊണ്ട് നീക്കം ചെയ്യുകയും വെള്ളമൊഴിച്ച് ഓവർഫ്ലോ ചെയ്ത് പായൽ ഒഴുക്കിക്കളയുകയും ചെയ്യേണ്ടതാണ്. താമരയുടെ മൊട്ടുകളും ഇലകളും ചിലപ്പോൾ പുഴുക്കൾ കഴിക്കാറുണ്ട്. ഇതും ദിവസേന നിരീക്ഷണം നടത്തി ആവശ്യമെങ്കിൽ കീടനാശിനികൾ തളിച്ച് ഇവയെ നശിപ്പിക്കേണ്ടതാണ്. പൂന്തോട്ടങ്ങൾക്ക് ഭംഗി നൽകുന്നതോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗമായും താമര കൃഷി ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നിന്നും വിവിധ ഇനം താമരകളുടെ പേര് പിടിപ്പിച്ച തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്.